ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പലരും പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കിട്ടുന്നില്ല, ചേച്ചി വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് യൂട്യൂബിൽ വന്ന ശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ എല്ലാ വീഡിയോകൾക്കും തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചുറുചുറുക്കും ഉന്മേഷവും ഓജസ്സും ഒക്കെയുള്ള ചർമ്മം ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്കുള്ള 2 ജ്യൂസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മളിവിടെ ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ജ്യൂസാണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് പലർക്കും ജ്യൂസർ ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വേവിച്ച് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നമ്മളിവിടെ ഒരു ക്യാരറ്റ് തൊലി ചീകി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഒരു പാനിൽ അടപ്പത്ത് വെച്ച് ഇതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ചർമ്മത്തിന് ഫ്രഷ്നെസ് നൽകുന്നു, നല്ലൊരു ഗ്ലോ ലഭിക്കാനൊക്കെ സഹായിക്കുന്നു. ക്യാരറ്റ് ഫേസ് പാക്ക് പോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ക്യാരറ്റ്. ക്യാരറ്റ് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സ്കിൻ സാഗിങ്, അതുപോലെ തന്നെ wrinkles, ഇതുപോലെ പ്രായത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ചർമ്മത്തിൽ വരുന്നത് തടയാനായിട്ട് ക്യാരറ്റ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് 10 വയസ്സ് കൂടുതൽ തോന്നിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ ആ 10 വയസ്സ് നമുക്ക് പുറകിലോട്ട് മാറ്റാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ പീസാണ് നമുക്ക് ശരിക്കും ഒന്ന് അരഞ്ഞ് കിട്ടേണ്ടത്. കുറച്ച് വെള്ളം കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളം കൂടി നമുക്കിപ്പോൾ ചേർത്ത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം നാരങ്ങാനീര് കൂടി നമുക്ക് ചേർക്കാം. ഈ ഒരു ജ്യൂസിൽ നമ്മൾ നാരങ്ങാനീര് കമ്പൽസറി അല്ല, എന്നാൽ തന്നെ നമുക്ക് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1 സ്പൂൺ തേൻ കൂടി ഇതിൽ ചേർത്ത് ഇളക്കി കുടിക്കുക. അപ്പോൾ നല്ല രുചി ഉണ്ടാകും. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തേൻ. നിറം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ, അതിപ്പോൾ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഒരു വിസിബിളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, എന്നാൽ തന്നെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു ജ്യൂസ് പറയാം. കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആ ജ്യൂസിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഈ ഒരു ജ്യൂസും വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു ജ്യൂസ് തന്നെയാണ്. നമുക്കിത് ഓറഞ്ചോ നാരങ്ങയോ എന്തുപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം. വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നമുക്കിവിടെ ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബഡ് ഓറഞ്ചാണ്. ഞങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ മധുരത്തിനായിട്ട് നമുക്ക് 1 സ്പൂൺ തേൻ ചേർത്ത് ഇളക്കിയെടുക്കാം. വണ്ണമുള്ളവർക്ക് ഈ തേൻ ചേർത്ത് കുടിക്കുന്നതായിരിക്കും നല്ലത്. തീരെ മെലിഞ്ഞൊരു തേൻ ചേർക്കാതെ ഒരു സ്കിൻ ടോണിക് എന്ന രീതിയിൽ കുടിക്കുക. ആദ്യത്തെ ജ്യൂസിൽ പറഞ്ഞ പോലെ ഇതിലും പഞ്ചസാര ചേർക്കരുത്. ഇത് വെയിറ്റ് ലോസിന് നമ്മൾ കുടിക്കുമ്പോൾ രാവിലെ തന്നെ കുടിക്കാനായിട്ട്, അത് രാവിലെ എണീറ്റതിന് ശേഷം ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് രാവിലെയോ വൈകിട്ടോ ഒക്കെ കുടിക്കാം. നമ്മളെല്ലാവരും തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി കുടിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കുറച്ചുകൂടി നല്ല വേഗത്തിൽ കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഒരാൾക്ക് റിസൾട്ട് കിട്ടിയ അതേ വേഗത്തിലായിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുക. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും അവസ്ഥകളും ഒക്കെ അനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഇനി സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് ഒരു ഫ്രൂട്ട് കൂടിയുണ്ട്. അതിൻ്റെ പേരറിയണമെന്നുള്ളവർ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി യുജിൻ.